താലിബാൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു തീവ്രവാദ സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് താലിബാൻ. ഇപ്പോൾ താലിബാൻ ഇന്ത്യയുമായി സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്. അതായത് ഇന്ത്യയും താലിബാനും ഒത്തുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഇവരുടെ അഭയാർത്ഥികൾ, അതായത് അഫ്ഗാനിലെ ആൾക്കാരെ പാകിസ്ഥാൻ പിടിച്ചുകൊണ്ടുപോയി. അതിന് ശേഷമാണ് ഈ ഒരു നിർണായക നീക്കം. ഇത് ഇനി ലാസ്റ്റ് ഇന്ത്യക്ക് തലവേദനയാകുമോ? കാരണം താലിബാൻ എന്ന് പറയുന്നത് ഒരു തീവ്രവാദ സംഘടനയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇത് പാകിസ്ഥാനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള താലിബാന്റെ ഒരു സുപ്രധാന നീക്കമായിട്ടാണോ കാണേണ്ടത്? എന്തായാലും ശത്രുവിന്റെ ശത്രു മിത്രം എന്നാണല്ലോ, അതുപോലെ തന്നെയാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇപ്പോൾ പല മേഖലയിൽ സംഘർഷമാണ്. അതിർത്തി പ്രദേശങ്ങളിൽ രൂക്ഷമായ പോരാട്ടം നടക്കുന്നു. ഇവർ പരസ്പരം അക്രമത്തിന്റെ ഫലമായി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ 20-ലധികം സൈനികർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട്. തിരിച്ചും ആക്രമണങ്ങൾ തുടരുകയാണല്ലോ. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വ്യോമാക്രമണം ഉൾപ്പെടെയുള്ളവ ഉണ്ടായിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് എന്തായാലും ഇന്ത്യയും താലിബാനും തമ്മിൽ അടുക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നത്. കാരണം മുൻകാലങ്ങളിലെല്ലാം ഇന്ത്യ ഇത്തരം പ്രവൃത്തികളിലേക്ക് കടന്നിരുന്നില്ല. പാകിസ്ഥാൻ അവരുടെ മണ്ണ് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയും ഇങ്ങോട്ട് ഭീകരവാദികളെ കയറ്റിവിടുകയും നിരന്തരം അക്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് 2014 മുൻപ് നാം പലയിടത്തും കണ്ടതാണ്. മുംബൈ ആക്രമണം മണിക്കൂറുകളോളം 2-3 ദിവസമായിരുന്നു ഭീകരവാദികൾ മുംബൈ പോലുള്ള ഒരു വ്യവസായ നഗരത്തെ മുൾമുനയിൽ നിർത്തി ഇത്തരം ആക്രമണങ്ങൾ നടത്തിയത്. പക്ഷെ അന്നൊന്നും ഇന്ത്യ അതിനെതിരെ പ്രവർത്തിക്കാനോ അതിനെതിരെ തിരിച്ചടി നൽകുവാനോ തയ്യാറായിട്ടില്ല. പിന്നീട് നാം 2014 ശേഷം കണ്ടിരുന്നു, ഇങ്ങോട്ട് ആക്രമണമാണെങ്കിൽ അങ്ങോട്ട് തിരിച്ചാക്രമിക്കുക എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. അല്ലാതെ മറ്റൊരു രാജ്യത്തിലേക്ക് കടന്നു കയറിയുള്ള ആക്രമണങ്ങളൊന്നും ഇന്ത്യ മുൻപും നടപ്പിലാക്കിയിട്ടില്ല, ഇനി നടപ്പിലാക്കാനും പോകുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അങ്ങനെ ആക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഇന്ത്യ എടുക്കുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ ഏറ്റവും മുൻകാലം തന്നെ, വർഷങ്ങളായി തന്നെ, സ്വാതന്ത്ര്യകാലം മുതൽ തന്നെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാനെ ബാധിക്കുന്ന, പാകിസ്ഥാൻ തകരുന്ന എല്ലാ പ്രവർത്തനങ്ങളിലേക്കും ഇന്ത്യ ഇപ്പോൾ മുൻകൈ എടുക്കുകയാണ്. കാരണം ഈ അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, അത് ഈ അവിടെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ആ കാര്യത്തിൽ എതിർപ്പുണ്ട്, പ്രധാനമായ എതിർപ്പുണ്ട്. അവിടെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടായാലും മറ്റ് ഈ സ്ത്രീകളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലെല്ലാം വലിയ വിവേചനം കാണിക്കുന്ന ഒരു താലിബാനാണ്. അത് കാരണം ഒരു മതവുമായി ബന്ധപ്പെട്ട് അത് കൂടുതൽ ഇന്ത്യയിലെ സ്ത്രീകളെ വിദ്യാഭ്യാസത്തിൽ നിന്ന്, അതായത് മെഡിക്കൽ എല്ലാ മേഖലയിൽ നിന്ന് മാറ്റാനും, പിന്നീട് ഇപ്പൊ അടുക്കളയിൽ പോലും ജനൽ നിർത്തലാക്കിയതാണല്ലോ താലിബാൻ. അപ്പോൾ അത്രത്തോളം സ്ത്രീകളെ അടിമകളാക്കാനാണ് താലിബാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് എന്തായാലും പാകിസ്ഥാനെ നശിപ്പിക്കാനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പ് തന്നെയായിരിക്കും അല്ലെ താലിബാൻ്റെത്. അപ്പൊ ഇന്ത്യക്ക് ഇത് ലാസ്റ്റ് ഒരു പണിയാകുമോ താലിബാന്റെ ഈ ഒരു നീക്കം? അല്ലെങ്കിൽ ഇന്ത്യയുമായി ഇപ്പൊ സന്ധി ചേർന്നിരിക്കുകയാണല്ലോ താലിബാൻ. അല്ല, താലിബാനേക്കാൾ ഇന്ത്യക്ക് എപ്പോഴും തലവേദനയാകുന്നത് പാകിസ്ഥാനാണ്. കാരണം പാകിസ്ഥാനുമായാണ് ഇന്ത്യ ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്നത്. ഇപ്പൊ അഫ്ഗാനിസ്ഥാനെ വച്ചു നോക്കുമ്പോൾ വെറും 500 കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തി. പക്ഷേ പാകിസ്ഥാനുമായി 4000-3000 കിലോമീറ്റർ ഇന്ത്യ വലിയ രീതിയിൽ തന്നെ അതിർത്തി പങ്കിടുന്നു. ഗുജറാത്ത് ഉൾപ്പെടെ, രാജസ്ഥാൻ ഉൾപ്പെടെ, ജമ്മു കാശ്മീർ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളുമായി ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നു. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യക്ക് വലിയ ശല്യം അഫ്ഗാനിസ്ഥാനെ കൊണ്ടില്ല. ആ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ അമേരിക്കയുടെ ഭരണമാറ്റത്തിന്, അമേരിക്ക അവരുടെ സൈനികരെ പിൻവലിച്ചതിന് പിന്നാലെയായിരുന്നു അന്ന് താലിബാൻ അവിടെ അഫ്ഗാനിസ്ഥാന്റെ ഭരണം പിടിച്ചെടുക്കുന്നത്. അങ്ങനെ പിന്നീട് ഭൂകമ്പം ഉണ്ടാകുന്നു. അങ്ങനെ പല നിർണായക ഘട്ടത്തിൽ ഇന്ത്യ അവിടെ ആ താലിബാനുമായി സഹകരിക്കുന്നുണ്ട്. അവിടെ പല പ്രതിസന്ധികൾ ആ രാജ്യത്ത് വരുമ്പോൾ തന്നെ ഇന്ത്യ കൃത്യമായി ഇടപെടൽ നടത്തിയിരുന്നു. അതിനുള്ള കാരണം, ഇന്ത്യ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ആ ഭാഗത്തേക്ക് കടന്നു കയറാൻ ചൈനയുടെ ശ്രമം ഉണ്ടായി. ചൈന സാമ്പത്തികമായി അവർ സഹായിക്കുകയും ഇന്ത്യക്കെതിരെ തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് മുൻകൂട്ടി കണ്ടാണ് ഇന്ത്യ അവർക്ക് സഹായം നൽകുന്നത്. ഇപ്പോൾ കൂടുതൽ സഹായവുമായി എത്തിയിരിക്കുകയാണ്. കാരണം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായി ഇപ്പോൾ പല സംഘർഷങ്ങളാണ്. അതോടൊപ്പം മറ്റൊരു കാര്യമായി ഇപ്പോൾ ചർച്ച നടത്തിയത് ചിലപ്പോൾ ആയുധം ആവശ്യപ്പെട്ട് ആകാം. കാരണം പാകിസ്ഥാനെ പരാജയപ്പെടുത്തുവാനായി എന്തായാലും ഈ അഫ്ഗാനിസ്ഥാന് തങ്ങളുടെ ആയുധങ്ങൾ കൊണ്ട് കഴിയില്ല. അപ്പോൾ ഇന്ത്യയുടെ സഹായത്തോടു കൂടി തന്നെ ഇന്ത്യ നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാനെ ആക്രമിച്ച് അവരെ കീഴടക്കാനുള്ള ലക്ഷ്യത്തിനുള്ള സഹായമാണോ, അഭ്യർത്ഥിക്കാനാണോ ഇത്തരം ഒരു കൂടിക്കാഴ്ച എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ദുബായിലായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാന്റെ ആക്ടീവ് വിദേശകാര്യ മന്ത്രി അമീർ ഖാനുമാണ്
കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. താലിബാൻ ഭരണം ഏറ്റെടുത്തതിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഉന്നതമായ ഒരു മീറ്റിംഗ് ആണ് കഴിഞ്ഞ ദിവസം കൂടിയത്. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായി സംഘർഷം നിൽക്കുന്ന ആ സമയത്താണ് ഇത്തരം ഒരു കൂടിക്കാഴ്ച എന്ന് നടന്നതും ലോകം വളരെ ശ്രദ്ധയോടെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത്, അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു ആരോപണമുണ്ട്. അവിടെ ഒരു പ്രദേശമുണ്ട്, പ്രവിശ്യയുണ്ട്. ആ പ്രവിശ്യ ബലൂചിസ്ഥാനാണ്. ആ ബലൂചിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെ നിരന്തര ആക്രമണങ്ങളാണ് അവിടെ ഒരു വർഷം ഈ ബലൂചിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്ന. കാരണം ബലൂചിസ്ഥാൻ ഇപ്പോൾ സ്വന്തമായിട്ടൊരു രാജ്യം വേണമെന്നാണ് അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിന് പാകിസ്ഥാൻ തയ്യാറാത്തത് കൊണ്ട് അവർ വലിയ സായുധ കലാപങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ലക്ഷ്യമിടുന്നത് പാക് സൈനികരെയാണ്. അവരെ ഇപ്പൊ ഓരോ ദിവസവും അവർ 10ഉം 20ഉം വെച്ച് അങ്ങനെ മരണപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവർക്കും ഇന്ത്യയാണ് അതിന് പിന്നിലെന്നും പറയുന്നു. അങ്ങനെ ആ ബലൂചിസ്ഥാൻ ഭീകരവാദികൾക്ക് ഇന്ത്യയുടെ പിന്തുണയോട് കൂടിയാണ് തങ്ങളുടെ രാജ്യത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും തങ്ങളുടെ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ തകർക്കാൻ ഇന്ത്യ ശ്രമം നടത്തുന്നതായും പാകിസ്ഥാന്റെ ആരോപണം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം എന്തായാലും ഇത് പാകിസ്ഥാൻ ഭയപ്പെട്ടിട്ടുണ്ടല്ലേ താലിബാൻ ഇന്ത്യയുമായി സന്ധി ചേർന്നിട്ടുള്ളത്? തീർച്ചയായും അതാണ് പറഞ്ഞത്. ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ഒരു രാജ്യമാണല്ലോ. കാരണം ഇന്ത്യയും പാകിസ്ഥാനും ഒരു ദിവസത്തെ ഇടവേളയിലാണ് സ്വതന്ത്രമാകുന്നത്. പക്ഷെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു, വിഭജിക്കപ്പെടുന്നത് സ്വതന്ത്രമാകുകയാണ്. അങ്ങനെ ആ രീതിയിലുള്ള ഒരു രാജ്യം ഇപ്പോൾ ഇന്ത്യ വലിയ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 5 രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായി ഇന്ത്യക്ക് മാറാൻ കഴിഞ്ഞു. അത് സാമ്പത്തികമായാലും സൈനികമായാലും മറ്റെല്ലാ രീതിയിലും ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ ആ രാജ്യം തീവ്രവാദത്തിന്റെ പിടിയിൽ ഏർപ്പെടുകയും അവിടെ നിരന്തരം ഇത്തരം ഭീകരാക്രമണങ്ങൾ നടക്കുന്നതും പതിവാണ്. പക്ഷേ ഇന്ത്യ അങ്ങനെ ഒരു മികച്ച രാജ്യമായി ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിയായി വളർന്നു നിൽക്കുമ്പോഴാണ് ഈ അഫ്ഗാന് ഇങ്ങനെ ഒരു സഹായം നൽകാമെന്ന് ഇന്ത്യ പറയുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും ആദ്യം തുടക്കം സൂചിപ്പിച്ച അഭയാർത്ഥികളുടെ സംഭവം ഉണ്ടല്ലോ. ഈ അഫ്ഗാനിസ്ഥാനിൽ അന്ന് ഈ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ വലിയ രീതിയിൽ ഈ താലിബാനെ ഭയപ്പെട്ട് സാധാരണക്കാരായ ജനങ്ങൾ വലിയ രീതിയിൽ പാകിസ്ഥാനിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. കാരണം ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വാതന്ത്ര്യത്തിലേക്കാണല്ലോ ഈ താലിബാന്റെ പ്രധാനപ്പെട്ട കടന്നുകയറ്റം. ഈ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും ജീവിതക്രമവുമായി ബന്ധപ്പെട്ട് അങ്ങനെ താലിബാന്റെ കടന്നുകയറ്റം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് തന്നെ വലിയൊരു ജനക്കൂട്ടം ഈ പാകിസ്ഥാനിലേക്ക് കുടിയേറിയിരുന്നു, അഭയാർത്ഥികൾ കുടിയേറിയിരുന്നു. അങ്ങനെ 300-ലധികം അഭയാർത്ഥികൾ, അവിടെ തിങ്ങിപ്പാർക്കുന്ന അഭയാർത്ഥികളെ ഇപ്പോൾ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ അതിർത്തി മേഖലയിൽ നടക്കുന്ന സംഘർഷങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. പാകിസ്ഥാന്റെ അതിർത്തിയിൽ നിരന്തരം സംഘർഷങ്ങളാണ്. പാകിസ്ഥാന്റെ പല സൈനിക പോസ്റ്റുകൾ ആക്രമിക്കുന്നു, അവരുടെ സൈനികരെ കൊലപ്പെടുത്തുന്നു. ആ സാഹചര്യത്തിലാണ് ഒരു തിരിച്ചടിയുടെ ഭാഗമായി ഈ അഫ്ഗാന്റെ ഈ അഭയാർത്ഥികളെ ജയിലിൽ അടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇന്ത്യ പറയുന്നത് അത്തരം അഭയാർത്ഥികൾക്ക് സഹായം നൽകാൻ തങ്ങൾ തയ്യാറാണെന്ന ഒരു മുന്നറിയിപ്പ്, ഒരു വാഗ്ദാനം ഇന്ത്യ ഈ അഫ്ഗാനിസ്ഥാൻ നൽകുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ലോകം തന്നെ ഉറ്റുനോക്കുകയാണ്. താലിബാന് പോലുള്ള ഒരു ഭീകരവാദ സംഘടനയുമായി ഇന്ത്യ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. അത് പാകിസ്ഥാനെ തകർക്കാനുള്ള ഒരു ചർച്ചയാണ് ലോകം കാണുന്നത്. എന്തായാലും പഴയ ഇന്ത്യ അല്ല, ഇപ്പോൾ ഇന്ത്യ തന്ത്രങ്ങളിലൂടെയാണ് നീങ്ങുന്നത്. ഇന്ത്യയെ ആരെങ്കിലും ആക്രമിക്കുമെങ്കിൽ അവരെ അതിനു മുമ്പ് തന്നെ പരാജയപ്പെടുത്താനുള്ള ശ്രമവുമായാണ് ഇപ്പോൾ ഇന്ത്യൻ സർക്കാരുകൾ മുന്നോട്ട് പോകുന്നത്.